Watch full episodes on Jio Hotstar. എന്റെ അമ്മോ, ഇവരെന്താ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ടല്ലോ. ആരാണ് ഇവന്മാരൊക്കെ? ഇതെന്താ അടുത്തെത്തിയല്ലോ. എന്റെ അമ്മോ, വണ്ടി ഇടിച്ചല്ലോ. എന്റെ അമ്മോ, ഞാൻ സ്പീഡ് കൂട്ടണ്ടേ. ഇനിയും നിങ്ങൾ എങ്ങോട്ട് പോകും ഇൻസ്പെക്ടർ ചിങ്കം? എന്റെ അമ്മോ, എന്റെ എല്ല് പൊട്ടി തവിട് പൊടി ആയല്ലോ. ഹലോ ഇൻസ്പെക്ടർ ചിങ്കം, എന്റെ പേര് ജാക്സൺ. ഇന്ന് വൈകുന്നേരം ഞങ്ങളുടെ ബോസ് ഒരു കോണ്ടിനെന്റ് ബ്ലാസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അത് ബന്ധപ്പെട്ട ചില തെളിവുകൾ നിന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് മര്യാദയ്ക്ക് വന്നേക്ക്. ഈ ചിങ്കത്തിന്റെ അടുത്ത് ഇൻഫർമേഷൻ കിട്ടുന്നത് ഇമ്പോസിബിൾ ആണ്. ഇളനീർ പട്ടാളമേ, ഗോ അറ്റാക്ക്. ഇനിയിപ്പോ എന്താ ചെയ്യാ ബോസ്? അങ്ങോട്ട് നോക്ക്. അതല്ലടാ. പിടിക്കാവന. രക്ഷിക്കണേ. ഇതിനു മുമ്പ് നിങ്ങളെയൊക്കെ മുള്ളു കുത്തിയിട്ടുണ്ടോ? അത് ഒരുപാട് എണ്ണം. എന്നാ താഴേക്ക് നോക്കിക്കോ, ഇപ്പൊ കുത്തും. ഇൻസ്പെക്ടർ, ഞാൻ നിനക്ക് ആരാണെന്ന് കാണിക്കാം. ജാക്സൺ, ടൈം പ്ലീസ്. ഈ കുത്തിയ മുള്ളൊന്ന് ഞാൻ എടുത്തോട്ടെ. ഓക്കെ, 30 സെക്കൻഡ് തരാം. എന്റെ അമ്മോ, രക്ഷിക്കണേ. എന്റെ അമ്മോ, നിങ്ങൾ എന്നൊന്ന് വന്ന് സഹായിക്കേ പ്ലീസ്. ഇവിടുത്തെ എന്റെ അമ്മോ വേദനിക്കുന്നു. ചിങ്കം സാറേ, ഞങ്ങളിതേ എത്തിപ്പോയി. ചിങ്കം സാറേ, ഞങ്ങളിതേ എത്തിപ്പോയി. എന്റെ അമ്മോ. എടാ പിള്ളേരെ, എന്താ നോക്കി നിൽക്കുന്നത്? അവരെ പിടിക്ക. എങ്കി വാ. അറ്റാക്ക്. എന്റെ കാല്. ചാറ്റു, ആറ്റുമൊക്കെ കൊള്ളാം. പക്ഷെ കുറുക്കനെ പോലെയുള്ള കൂർമ്മ ബുദ്ധി നിനക്ക് ഇല്ലാണ്ട് പോയി. ഫോക്സിന്റെ മുകളിലെ ടാറ്റുവോ? പോലീസിനാണോ നീ തല്ലുന്നത്? എന്റെ അമ്മോ, വീണ്ടും തല്ലിയല്ലോ. എല്ലാരും വരൂ, നമുക്ക് അവരെ ഒരുമിച്ച് അറ്റാക്ക് ചെയ്യാം. അത് ശരി, ഒരുമിച്ച് അടിക്കാൻ വരികയാണോ? എന്തടിയാ അടിക്കുന്നത്? പത്ലു, ഇത് നീ കാണുന്നുണ്ടോ? അങ്ങേരടി വാങ്ങുന്നുമുണ്ട്, നമ്മളെ കൂൾ ഡ്രിങ്ക്സ് കുടിപ്പിക്കുന്നുമുണ്ട്. അത് കൂൾ ഡ്രിങ്ക് അല്ല, സ്മോക്ക് ബോംബാണ്. നമുക്കൊരു വേഗം പോയേക്കാം.
നന്നായി ഓടിപ്പോയത്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ലായിരുന്നു. ചിങ്കം സാറേ, മിസ്റ്റർ മോട്ടു പത്ലു, താങ്ക് യു വെരി മച്ച്. ഇനി ഒരിക്കലും അവന്മാർ ഒരു കോണ്ടിനെന്റിനെ ഇതുപോലെ ബ്ലാസ്റ്റ് ചെയ്യാൻ ചിന്തിക്ക പോലും ഇല്ലല്ലോ. നിങ്ങൾ ചെന്ന് പിസ്സ ബർഗർ ഒക്കെ കഴിച്ചോളൂ. ഞാനും എന്റെ വീട്ടിൽ പോയിട്ട് എന്റെ അമ്മ ഉണ്ടാക്കി തരുന്ന പാസ്റ്റ കഴിച്ചിട്ട് വരാം. ഓക്കേ? ചിങ്കം സാറേ പറയുന്ന കേക്ക്. ബൈ. ചിങ്കം സാറ് ലിഫ്റ്റ് തരാണ്ട് തന്നെ പൊക്കളഞ്ഞല്ലോ. മിസ്റ്റർ മോട്ടു പത്ലുവോ? മോട്ടു, ഈ ചിങ്കം സാർ എന്താ നമ്മളോട് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നേ? വരൂ, നമുക്ക് അദ്ദേഹത്തിന്റെ വീട് വരെ ഒന്ന് പോയി എന്താ കാര്യം ഒന്ന് നോക്കാം. പക്ഷെ ഇത്രയും ദൂരം നടന്നോ? ചിങ്കം സാറേ, നിങ്ങൾ ഞങ്ങളെ അവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് വന്നില്ലേ? അല്ല, എവിടെയാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ചിങ്കം സാറ്? മോട്ടു പത്ലു, നിങ്ങൾ വന്നത് നന്നായി. ചിങ്കം വന്നിട്ടുണ്ടായിരുന്നു. അവന്റെ പെരുമാറ്റത്തിൽ എന്തോ പ്രത്യേകതയുള്ളതുപോലെ. അവനെ കണ്ടാൽ അറിയാം എന്തോ കുഴപ്പമുണ്ടെന്ന്. നിങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങളോട് പറയൂ. ഞാൻ അവന് വേണ്ടി മാത്രമായിട്ടാ ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ ഉണ്ടാക്കി വെച്ചത്. എനിക്ക് നല്ല വിശപ്പുണ്ട് കേട്ടോ. ഇതെന്തോന്ന് ഇഡ്ഡലി? എനിക്ക് പാസ്റ്റ വേണം. അയ്യോ, പാസ്തയോ നിനക്കോ? വല്ലപ്പോഴും ഞാനും ഡിഫറെന്റ് ആയിട്ടൊക്കെ കഴിക്കണ്ടേ? എടാ, എന്റെ റൂമിലേക്ക് എന്തിനാ പോകുന്നത്? നിന്റെ റൂം അവിടെയല്ലേ? സോറി മോം. അയ്യോ, ഇവൻ എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ? എവിടെ പോയി ആ ഫയല്? ഇതിനകത്ത് എവിടെയെങ്കിലും തന്നെ അത് ഉണ്ടാവും. ഇതിനകത്തില്ല, ഇവിടെയും ഇല്ലല്ലോ. ഈ ഫയലിനെ തേളാക്കി മാറ്റിയല്ലോ. ഈ ചെറുക്കൻ ഇത് എന്ത് പറ്റി? ഇതിനകത്ത് ചിലപ്പോ ഉണ്ടാവും. പുതിയ ഡ്രസ് കിട്ടിയല്ലോ. എവിടെ തിരയാനാണ്? എടാ, എന്താണ് അന്വേഷിക്കുന്നത്? അത് പിന്നെ മോം, എന്റെ ഒരു ഫയൽ ഇതിനകത്തുണ്ട്. അതിനകത്ത് പ്രോജക്ട് എസ് എന്ന് എഴുതിയിട്ടുണ്ടാവും. മോം അത് കണ്ടോ? ആ ഐപാഡ് നീയല്ലേ സീക്രട്ട് ഷെൽഫിൽ വെച്ചിരിക്കുന്നേ? അതും നീ മറന്നുപോയോ? സീക്രട്ട് സേഫോ? ഇനി അത് എവിടെ തിരയാനാണ്? ഓഹോ, എനിക്കൊരു പ്രധാനപ്പെട്ട പണിയുണ്ടല്ലോ. മോം, എനിക്കതൊന്ന് എടുത്ത് തരുമോ? ഓക്കേ. അയ്യോ, എന്നെ എങ്ങോട്ടായി കൂട്ടിക്കൊണ്ട് പോണത്? നോ, ബാത്റൂമിലേക്ക് എന്തിനാ കൂട്ടിക്കൊണ്ടുന്നത് എന്നെ? ഞാൻ രാവിലെ തന്നെ കുളിച്ചതാണല്ലോ. നിന്റെ ഈ സീക്രട്ട് ഷെൽഫിനെ പറ്റി നീ മറന്നോ? മോം, എന്റെ ജോലിയുടെ പ്രശ്നം അത്രയ്ക്ക് വലുതാണ്. ഞാൻ എല്ലാം മറന്നു പോവാണ്. എനിവേ, താങ്ക് യു. ഞാൻ പോവാണ്. വേഗം വരാട്ടോ. എന്നെ അമ്മന്ന് വിളിക്കാതെ മോം അവനെ വിളിച്ചിരുന്ന. ഇപ്പൊ ഫോൺ വിളിച്ച് അവന്റെ ഫോൺ സ്വിച്ച് ഓഫ്. ഞങ്ങളോടും അവരുടെ ബിഹേവിയർ കുറച്ച് വിചിത്രമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹം ഞങ്ങളെ മിസ്റ്റർ മോട്ടു പത്ലു എന്നാ വിളിച്ചത്. പിന്നെ പിസ്സയും ബർഗറും കഴിക്കുന്നതിനെ കുറിച്ചും സംസാരിച്ചു. പക്ഷെ അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാവുന്നതാ ഞങ്ങൾക്ക് ടീ കടയിൽ സമൂസ മാത്രമേ ഇഷ്ടമുള്ളൂ എന്ന്. അദ്ദേഹം ഞങ്ങളോട് സംസാരിച്ചതൊക്കെ കുറച്ച് വിചിത്രമായിരുന്നു. എന്ത്? അമ്മ, എനിക്കെന്താ തോന്നണെന്ന് വെച്ചാ ചിങ്കം സാർ വല്ല അപകടത്തിൽ പെട്ടിരിക്കുകയായിരിക്കില്ലല്ലോ. മോട്ടു പത്ലു, ഫൈൻഡ് മൈ ചിങ്കം. ഈ പ്രോജക്ട് എക്സിന്റെ കേസ് ഞാൻ നിങ്ങൾക്ക് കൈമാറും. പ്രോജക്ട് എക്സിന്റെ കേസ്? എടാ പത്ലു, അങ്ങനെ ആദ്യമായിട്ട് നമ്മൾക്കായിട്ടൊരു കേസ് കിട്ടിയടാ. കാരണം സൂത്രപ്പണി ഞങ്ങളുടെ പ്രൊഫഷൻ മാത്രമല്ല, പാഷൻ കൂടെയാണ്. ആ ഡ്യൂപ്ലിക്കേറ്റ് ചിങ്ങത്തിനെ എന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്ത്. അവനെ ഞാൻ ഇന്ന് അടിച്ചു നിരപ്പാക്കും. ഒരിക്കലും അവനെ ജീവിതത്തിൽ മറക്കില്ല. Watch India's largest kids library only on Jio Hotstar. Download the app now.